+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ വാലിഡേഷൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അത് എൻട്രി ചെയ്യുന്ന ആളിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആ ഡേറ്റ തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ലിബർ ഓഫീസ് കാൽക്കിൽ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ഓരോ സെല്ലിലും എൻട്രി ചെയ്യുന്ന ഡാറ്റ കൃത്യവും ശരിയുമാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷനാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. അസ്യൂം ദാറ്റ് യുവർ സ്കൂൾ ഹാവ് ഓൺലി കൊമേഴ്സ് ആൻഡ് സയൻസ് ബാച്ചസ്. നിങ്ങൾ കൊമേഴ്സ് സയൻസ് ബാച്ച് മാത്രമുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. യു ആർ റിക്വയർഡ് ടു എൻ്റർ ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ആഫ്റ്റർ അപ്ലൈയിങ് ദ ഡേറ്റ വാലിഡേഷൻ റൂൾസ്. ഡേറ്റ വാലിഡേഷൻ റൂള് വെച്ച് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ പേരും അവരുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാറ്റ വാലിഡേഷൻ റൂൾസ് ഡാറ്റ വാലിഡേഷൻ റൂൾസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ഷുഡ് ബി ബിറ്റ്വീൻ 15 and 20. 15-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളായിരിക്കണം ഇവരെല്ലാവരും. സബ്ജക്റ്റ് കോമ്പിനേഷൻ മസ്റ്റ് ലിമിറ്റ് ടു കൊമേഴ്സ് ആൻഡ് സയൻസ്. സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സയൻസ് കൊമേഴ്സ് ഈ രണ്ട് സബ്ജക്റ്റുകൾ മാത്രമേ ആകാൻ പാടുള്ളൂ. ഇത് വെച്ച് നമുക്ക് ഡേറ്റ വാലിഡേഷൻ റൂൾ വെച്ച് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ ഈ തന്നിരിക്കുന്ന ഡാറ്റ ബാച്ചും ഏജും ഒഴിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാച്ചിൻ്റെ അവിടെയും ഏജിൻ്റെ അവിടെയാണ് നമ്മൾക്ക് ഡാറ്റ വാലിഡേഷൻ റൂൾസ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ ബാച്ച് സെലക്ട് ചെയ്യുന്നു. ബാച്ച് ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെയാണ്, C2 മുതൽ C8 വരെയാണ് നമുക്ക് ബാച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഏതൊക്കെ ബാച്ചുകളെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ മെനൂസ് കൊടുത്തിട്ടുണ്ട്. ഈ മെനൂസ് എല്ലാം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ലിസ്റ്റ് ഇങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ലിസ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റിനെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിതിൽ ഏത് മെനു സെലക്ട് ചെയ്താലും ഇതുപോലെ കുറേ ഐറ്റംസ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ C2 മുതൽ C8 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡാറ്റ വാലിഡിറ്റി എടുക്കുന്നു. ഫസ്റ്റ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. ഒരു ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ 2 ഐറ്റമേ ഉള്ളൂ. ലിസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻട്രിയുടെ അവിടെ ഏതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊമേഴ്സ് എൻട്രി അടിക്കുക. സയൻസ് 2 ഐറ്റംസ് ഉള്ളതുകൊണ്ട് 2 ഐറ്റം മാത്രമുള്ള ലിസ്റ്റ് കൊടുത്തു. ഇൻപുട്ട് ഹെൽപ്പ് നമ്മൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ടിക്കറ്റ് കൊടുത്താൽ ആ സെല്ല് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഹെൽപ്പ് മെസ്സേജ് അവിടെ വരുള്ളൂ. സെലക്ട് എയ്തർ കൊമേഴ്സ് ഓർ സയൻസ്. സയൻസോ കൊമേഴ്സോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് മെസ്സേജ് കൊടുക്കുന്നു. എറർ അലേർട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ സയൻസും കൊമേഴ്സും അല്ലാതെ എന്തെങ്കിലും അവിടെ എൻട്രി ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരു എറർ മെസ്സേജ് വരണം. ഇൻവാലിഡ് എൻട്രി എന്നോ എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് കൊടുക്കുക. ഇൻവാലിഡ് എൻട്രി ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്ത ഉടനെ എനിക്ക് അവിടെ ഇൻപുട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നൊരു മെസ്സേജ് വന്നു. സെലക്ട് എയ്തർ കൊമേഴ്സ് ഓർ സയൻസ് എന്ന മെസ്സേജ് വന്നു. ഇവിടെ ഏത് സെല്ല് സെലക്ട് ചെയ്താലും അങ്ങനെ ഒരു മെസ്സേജ് വരും. വേറൊരു സെല്ല് സെലക്ട് ചെയ്താൽ അത് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് ഇൻപുട്ട് ഹെൽപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് കൊമേഴ്സാണ്. ഫസ്റ്റ് കുട്ടി കൊമേഴ്സ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കുട്ടി സയൻസാണ്, അത് സെലക്ട് ചെയ്തു. തേർഡ് കുട്ടി സയൻസാണ്. ഞാനവിടെ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് എസ്സിന് പകരം D ആയി പോയി. എൻ്റർ അടിച്ചാൽ എന്തെന്ന് വരും?
നമ്മൾ കൊടുത്ത എറർ മെസ്സേജ് ഇൻവാലിഡ് എൻട്രി എന്ന് വന്നു. നമ്മൾ കറക്റ്റായിട്ടുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സയൻസ്, നെക്സ്റ്റ് വീണ്ടും കൊമേഴ്സ്, നെക്സ്റ്റ് വീണ്ടും സയൻസ്, അടുത്തത് രണ്ടും കൊമേഴ്സ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെ കൊടുക്കുക. ആ സെല്ല് നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. അടുത്ത ഏജിൻ്റെ ഫീൽഡ് നമുക്ക് അതുപോലെ തന്നെയാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അതായത് ഞാൻ ഇതുപോലെ ഇൻപുട്ട് മെസ്സേജ് കൊടുത്താണ് ഏജ് ബിറ്റ്വീൻ 15 and 20 എന്ന്. ഇവിടെ 15 കൊടുക്കുന്നു. ആദ്യത്തെ കുട്ടിക്ക് 15 ആണ്. നെക്സ്റ്റ് ഞാൻ 14 ആണ് കൊടുത്തതെങ്കിൽ ഞാൻ അവിടെ എറർ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എറർ ഏജ് 15 to 20 ഉള്ളിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 14 അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ കൊടുക്കുന്നു. അത് സേവ് ആകത്തില്ല. 15നും 20നും ഇടയ്ക്കുള്ള വയസ്സ് മാത്രമേ സേവ് ആകത്തുള്ളൂ. അടുത്തത് ഞാനൊരു 21 കൊടുത്ത് നോക്കുകയാണ്. എൻ്റർ അടിക്കുന്നു. വീണ്ടും എറർ മെസ്സേജ് കാണിക്കും. കറക്റ്റായിട്ടുള്ള എത്ര കൊടുക്കുക? 17 കൊടുക്കുക. നെക്സ്റ്റ് 15 കൊടുക്കുക. നെക്സ്റ്റ് 16 കൊടുക്കുക. നെക്സ്റ്റ് വീണ്ടും 15 എൻ്റർ, 16 എൻ്റർ, 16 ആൻഡ് ലാസ്റ്റ് 17. അപ്പോൾ ഈ ഏജ് എങ്ങനെയാണ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഡാറ്റയിൽ നിന്ന് വാലിഡിറ്റിയിൽ നിന്ന് ഇവിടെ ക്രൈറ്റീരിയയുടെ അവിടെ നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? ഹോൾ നമ്പേഴ്സ് എന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പം മറ്റൊരു സ്ക്രീനാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രീനിൽ ഹോൾ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അത് എങ്ങനെയാണ് ആ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നേരത്തെ പറഞ്ഞ്. അലൗവിൻ്റെ അവിടെ എന്ത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഹോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ബിറ്റ്വീൻ എന്നുള്ളതിൻ്റെ അവിടെ എത്ര സെലക്ട് ചെയ്യുക? ഏജ് സെലക്ട് ചെയ്യുക. ഒന്ന് 15ഉം മറ്റേത് 20 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഇൻപുട്ട് മെസ്സേജ് നമുക്കിവിടെ എന്താണ് ടൈപ്പ് ആൻഡ് ഏജ് ബിറ്റ്വീൻ 50 and 20 years എന്ന് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു. എറർ അലേർട്ട്, ഞാൻ ഒരു എറർ മെസ്സേജ് കൊടുക്കുകയാണ്. ഏജ് ബിറ്റ്വീൻ 15 to 20 ഉള്ളി. ആദ്യമേ എററൊന്നും കൂടെ കൊടുക്കാം. എന്നിട്ട് എറർ ഏജ് ബിറ്റ്വീൻ 15 and 20 ഉള്ളിന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല്, ഇത് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതെ ഇപ്പുറത്തെ സെല്ലിലേക്ക് കാണുകയാണ്. ഈ 2 മുതൽ ഈ 8 വരെയുള്ള സെല്ലുകളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത ഉടനെ ഇങ്ങനെ മെസ്സേജ് കാണിക്കും. 15 to 20 അല്ലാതെ ഞാൻ എത്ര ഏജ് സെലക്ട് ചെയ്താലും എന്ന് പറഞ്ഞാൽ അത് എൻ്റർ ചെയ്യുന്ന ഉടനെ അവിടെ എറർ മെസ്സേജ് വരത്തില്ല. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ മാത്രമേ ഇതുപോലെ എറർ മെസ്സേജ് വരത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ എറർ മെസ്സേജ് കാണിക്കും. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഡേറ്റ വാലിഡേഷൻ ഈസ് യൂസ് ടു കൺട്രോൾ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ഓർ ദ വാല്യൂസ് ദാറ്റ് യൂസേഴ്സ് എൻ്റർ ഇൻ ടു എ സെൽസ്. ഒരു യൂസർ ഒരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡേറ്റ, ആ ഡേറ്റ ടൈപ്പ് ഏതായിരിക്കണം അത് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞത്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്സ് സയൻസ് എടുത്ത കുട്ടികളുടെ പേര് മാത്രമേ നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഇല്ലാത്ത സ്കൂളാണ്, അതുകൊണ്ട് വേറെ സബ്ജക്റ്റ് കോമ്പിനേഷനൊന്നും അവിടെ പറ്റില്ല. ഏജ് എന്ന് പറയുന്നത് 15നും 20നും ഇടയ്ക്ക് വയസ്സുള്ളവരുടെ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരുടെ ഒന്നും അവിടെ ഏജ് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്തവരുടെ പേരൊന്നും ഈ ലിസ്റ്റിൽ വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഉപയോഗമാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു റെസ്ട്രിക്റ്റ് ഡേറ്റ എൻട്രി. അതായത് ഇത് എൻട്രി ചെയ്യുന്നവർക്ക് തോന്നിയതുപോലെ ഇഷ്ടമുള്ളത് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. അതിനെ റെസ്ട്രിക്റ്റ് തടയുകയാണ് ചെയ്യുന്നത്.
ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾ അവിടെ എന്ത് ഡേറ്റയാണോ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. നമ്മളിവിടെ കണ്ടു, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ടു പ്രിവെൻറ്റ് ഇൻവാലിഡ് എൻട്രീസ്, തെറ്റായ എൻട്രീസ് എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ഇൻവാലിഡ് എൻട്രി എന്ന് പറഞ്ഞ് മെസ്സേജ് കാണിക്കും. നമുക്ക് അവിടെ അതൊരിക്കലും സേവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ഞാൻ നേരത്തെ കൊമേഴ്സ് കൊടുത്തിരുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ വീണ്ടും കൊമേഴ്സ് വന്നതാണ്. ടു ഡിസ്പ്ലേ കസ്റ്റം എറർ മെസ്സേജ് വെൻ ഇൻവാലിഡ് ഡേറ്റ ഈസ് എൻറ്റേർഡ്. നമ്മളിപ്പോൾ കണ്ടു, നമ്മൾ തെറ്റായ മെസ്സേജ് അയച്ചാൽ എന്ത് വരുന്നു? എറർ മെസ്സേജ് വരുന്നുണ്ട്. ആ എറർ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു എറർ മെസ്സേജ് കൊടുത്തില്ലെങ്കിലും ഇതിൽ ഡിഫോൾട്ടായിട്ടൊരു എറർ മെസ്സേജ് കാണിക്കും.